ഇനി വരാൻ പോകുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്ന് പറയുമ്പോൾ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉള്ള സീസൺ ആയിരിക്കും. കാരണം ഇതിലേക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ കൂടുതൽ കോമണേഴ്സ് എൻ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഡെമോക്രസിയാണ് ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 8ൻ്റെ ഒരു തീം എന്നൊക്കെ ലാലേട്ടൻ പ്രമോയിൽ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒരു പ്രീ ഷോയും കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഷോയുടെ പേരാണ് അഗ്നി പരീക്ഷ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടി അഗ്നി പരീക്ഷ എന്താണെന്നും അഗ്നി പരീക്ഷയിൽ എന്തൊക്കെയായിരിക്കും ആ മത്സരാർത്ഥികൾ ഫേസ് ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്നും എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ നിന്നും കണ്ടസ്റ്റൻസിനെ ഫൈനലൈസ് ചെയ്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റി വിടുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ഇറ്റ്സ് ഓൾ അബൌട്ട് അഗ്നി പരീക്ഷയെ പറ്റിയുള്ള വീഡിയോ ആണ്. നമ്മുടെ മലയാളം ബിഗ് ബോസിൽ അഗ്നി പരീക്ഷ എന്ന് പറയുന്നത് ഒരു പുതിയ സെഗ്മെൻ്റ് ആണ്. ഇതിനു മുൻപ് തെലുങ്കിൽ ഇത് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തെലുങ്കിൻ്റെ കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ കണ്ടതിന് ശേഷം എന്താണെന്നൊന്ന് മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് കോമണേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിരുന്നു. ഡിഫറെൻറ്റ് രീതിയിലൊക്കെ അവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കോമണേഴ്സ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറാൻ താല്പര്യമുള്ള ആളുകളുടെ ഇൻട്രോ വീഡിയോസ് ഒക്കെ പരിശോധിച്ചതിന് ശേഷം ഈ ഓഡിഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചതിന് ശേഷം ഒരു 50ഓളം കണ്ടസ്റ്റൻസിനെ പിക്ക് ചെയ്യും. എന്നിട്ട് ഇവരെയൊക്കെ വെച്ചിട്ടായിരിക്കും ബിഗ് ബോസ് അഗ്നി പരീക്ഷ എന്ന് പറയുന്ന സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് അഗ്നി പരീക്ഷ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ അഗ്നി പരീക്ഷകൾ തന്നെയായിരിക്കും. അതായത് ഇവർ എലിജിബിൾ ആണോ, എങ്ങനെ എലിജിബിൾ ആണോ എന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് കയറി വരാനുള്ള ക്വാളിഫിക്കേഷൻസ് ഇവർക്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഷോയുടെ ഉദ്ദേശം. അതായത് ഇതിന് മുൻപത്തെ സീസണിലൊക്കെ ഒരുപാട് കോമണേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ചില എലമെൻറ്റ്സ് ഒക്കെ കൂടുതലുണ്ടെങ്കിലും ചില എലമെൻറ്റ്സ് ഒക്കെ കുറവായിരുന്നു. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതായിരുന്നു അനീഷ് വന്ന ഫസ്റ്റ് വീക്ക് അനീഷിനെ പെട്ടെന്ന് തന്നെ ഓഡിയൻസിന് കണക്ട് ആവാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ആഴ്ച അനീഷിന് പോകാനുള്ള ചാൻസ് കൂടുതലായിരുന്നു, അതായത് വോട്ട് കിട്ടാനുള്ള ചാൻസ് കുറവായിരുന്നു. ഇതിന് മുമ്പത്തെ സീസണിൽ രതീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഫസ്റ്റ് വീക്ക് തന്നെ ഔട്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അനീഷിന് ആ ഒരു ചാൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വളരെ ഡ്രമാറ്റിക് ആയ ഒരു സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് ക്യാപ്റ്റൻ ആക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എലിമിനേഷനിലേക്ക് വരില്ല. അപ്പോൾ പിന്നെ ആഴ്ച പോവില്ല. അപ്പോൾ ഒരാഴ്ചത്തെ പരിചയമൊക്കെ വെച്ച് അനീഷിനെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും? അനീഷിന് ഒരു ഫെമിലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് അഗ്നി പരീക്ഷ ഫേസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറുന്ന ഓരോ കോമണേഴ്സിനെയും ഓഡിയൻസിന് പരിചയം ഉണ്ടായിരിക്കും. അവർക്ക് എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട്, അവർ എങ്ങനത്തെ ആളാണെന്നൊക്കെയുള്ള ഒരു ധാരണ ഏകദേശം ഓഡിയൻസിനൊക്കെ വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ആദ്യത്തെ ആഴ്ച തന്നെ ഇവനെയും കളഞ്ഞേക്കാം എന്നൊന്നും ഒരുപക്ഷെ തോന്നാനുള്ള ചാൻസ് ഇല്ല. അവർക്ക് അവിടെ കളിക്കാനുള്ള ഒരു അവസരം ഓഡിയൻസ് അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. അപ്പോൾ ഇങ്ങനൊരു ഉദ്ദേശം കൂടെ ബിഗ് ബോസിന് അണിയറ പ്രവർത്തകർക്ക് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 50ഓളം അടുപ്പിച്ചുള്ള കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഇവർ ഈ ഒരു ബിഗ് ബോസ് അഗ്നി പരീക്ഷ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ജഡ്ജസ് ആയിട്ട് ഒരുപാട് പേരുണ്ടാകും. ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളിൽ വിന്നറായിട്ടുള്ള ആളുകളൊക്കെ ജഡ്ജസ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഈ വിന്നറായിട്ടുള്ള ആളുകളെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സിയും ഇവർ ജയിക്കേണ്ട ആളായിരുന്നോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ വന്നതുകൊണ്ട് ചിലപ്പോൾ ഷോയിൽ കുറച്ച് പോപ്പുലാരിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാകും. അവരുടേതായ ഒരു ലാൻഡ് മാർക്ക് ഉണ്ടാവുമല്ലോ. നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആൾ, നന്നായിട്ട് ഫിസിക്കൽ ടാസ്ക് പെർഫോം ചെയ്ത ആൾ, അല്ലെങ്കിൽ നന്നായിട്ട് ഈ ഗെയിമിനെയൊക്കെ അനലൈസ് ചെയ്ത് ബുദ്ധിപൂർവ്വം കളിച്ചിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ആളുകളൊക്കെ ആയിരിക്കും ഓരോ എലമെൻറ്റ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന മാതിരി ജഡ്ജസ് ആയിട്ട് കൊണ്ടിരുത്താനുള്ള ചാൻസ്. അല്ലെങ്കിൽ ഒരു പക്ഷേ വിന്നേഴ്സിനെ തന്നെ ആയിരിക്കും കൊണ്ടുവന്നിരുത്തുക. അപ്പോൾ ഇങ്ങനെ ബിഗ് ബോസിൽ നിന്നും പോപ്പുലാരിറ്റി നേടിയിട്ടുള്ള അവരുടേതായ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഷോയ്ക്ക് കൊടുത്തിട്ടുള്ള ആളുകളെ ഇവിടെ ജഡ്ജസ് ആയിട്ട് കൊണ്ടുവന്നതിന് ശേഷം ആയിരിക്കും ഈ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ വോട്ടിംഗ് ഉണ്ടായിരിക്കും. അതായത് തെലുങ്കിലും വോട്ടിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ വോട്ടിംഗ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഒരു അഗ്നി പരീക്ഷയുടെ ഭാഗമായിട്ട് കണ്ടസ്റ്റൻസ് ഒരുപാട് ഗെയിംസ് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി കഴിയുമ്പം അവരവിടെ നേരിടേണ്ടി വരുന്ന കുറേ ടാസ്കുകളില്ലേ, ഗ്രൂപ്പ് ടാസ്ക് ഉണ്ടാവും, ഇൻഡിവിജ്വൽ ടാസ്ക് ഉണ്ടാവും, പിന്നെ ഈ പറയുന്ന പെർഫോമൻസ്, ഡാൻസ്, പാട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, സംസാരിക്കേണ്ടതുണ്ടാവും, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടിയുണ്ടാവും. ഇങ്ങനെ പല രീതിയിലുള്ള ഗെയിംസ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവർ കളിക്കണമല്ലോ. കഴിഞ്ഞ സീസണിലൊക്കെ പല ഗെയിമും കളിച്ച് അവർ നശിപ്പിക്കുകയോ ചെയ്തത്. വഴക്കുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കണ്ടസ്റ്റൻസ് ഗെയിംസിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ജഡ്ജസൊക്കെ അനലൈസ് ചെയ്യും. അപ്പോൾ ഇതിൽ വരുന്ന മത്സരാർത്ഥികൾ ഈ പല രീതിയിലുള്ള ഗെയിംസ് കളിക്കുമ്പോൾ അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതി എങ്ങനെയാണ്, അവർക്ക് എത്രത്തോളം ഫിസിക്കൽ ടാസ്ക് ചെയ്യാൻ പറ്റും, അവർക്ക് എത്രത്തോളം ബുദ്ധിയുണ്ട്, അവർക്ക് എത്രത്തോളം ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, എത്രത്തോളം എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റും, അങ്ങനെ പല രീതിയിലുള്ള എലമെൻറ്റ്സ് ഈ പല ഗെയിംസ് പെർഫോം ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര ഈസി ആയിട്ടുള്ള ഗെയിംസ് ആയിരിക്കില്ല, മറ്റേ ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കുന്ന മാതിരിയുള്ള ഗെയിംസ് ഒന്നും ആയിരിക്കത്തില്ല. കുറച്ച് ടഫായിട്ടുള്ള ഗെയിമൊക്കെ ആയിരിക്കും. ഡെയർ നോക്കുന്ന ഗെയിംസ് ഒക്കെ ആയിരിക്കും. ഒരു പക്ഷേ മുടി ഷേവ് ചെയ്യാൻ റെഡിയാണോ, മീശ വടിക്കാൻ റെഡിയാണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ ഗെയിംസൊക്കെ കൊടുത്തെന്ന് വരാം.
അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലുള്ള ഗെയിംസ് ഒക്കെ കൊടുക്കും. അപ്പോൾ 2-3 ആഴ്ച ഇവർ ഗെയിം പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഓഡിയൻസിന് ചില ആളുകളെ ഇഷ്ടപ്പെടും. അപ്പോൾ പുറത്ത് അതിനെപ്പറ്റി ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ വരും. വോട്ടിങ്ങിൽ അത് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ആരെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടണം എന്നൊക്കെ സംഘാടകർക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ബിഗ് ബോസ് അഗ്നി പരീക്ഷയിൽ നിന്നും സക്സസ്ഫുൾ ആയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഇവർ പറഞ്ഞു വിടുക. അപ്പോൾ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇതിൻ്റെ പിറകിലൊരു ശാസ്ത്രമുണ്ട്. അതായത് ഈ ഒരു ഗെയിംസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ബിഗ് ബോസിന്റെ ഓഡിയൻസിന് ഇത് വർക്കൗട്ട് ആവുന്ന രീതി വേറെ ആയിരിക്കും, സംഘാടകർ ഇതിനെ ഒബ്സർവ് ചെയ്യുന്ന രീതിയും വേറെ ആയിരിക്കും. നമ്മൾ ഓഡിയൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് അവർ നന്നായിട്ട് കളിക്കുന്നുണ്ടോ, ഫെയർ ആയിട്ട് കളിക്കുന്നുണ്ടോ, ധൈര്യമായിട്ട് കളിക്കുന്നുണ്ടോ, എൻ്റർടൈൻമെൻറ്റ് നൽകുന്നുണ്ടോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് അവർ ക്യാരി ചെയ്യുന്നത്, നമുക്ക് അവരോട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, തുടങ്ങിയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് ആളുകളെ ഇഷ്ടപ്പെടും. എന്നിട്ട് നമ്മൾ ഓഫ് കോഴ്സ് ഓഡിയൻസ് അവർക്ക് വോട്ട് ചെയ്യും. അപ്പോൾ സംഘാടകർ നോക്കുന്നത് എന്താണ്, അതാണ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഇപ്പോൾ ഇവരിലേക്ക് ഗ്രൂപ്പ് ഗെയിം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവരെങ്ങനെയാണ് ആ ഒരു ഗ്രൂപ്പിനുള്ളിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അവർ നോക്കും. സെൽഫിഷ് ആയിട്ടാണോ അവർ ഗെയിം കളിക്കുന്നത്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്കുണ്ടോ, ആ ഗ്രൂപ്പിനെ എങ്ങനെ ഏകോപിപ്പിച്ച് അതിൽ നിന്നും ഒരു കോണ്ടന്റ് ജനറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇവർക്കുണ്ടോ. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടാണ് ഇങ്ങനെ ഗ്രൂപ്പ് ഗെയിംസ് ഒക്കെ കൊടുത്തിട്ട് ഇവരുടെ പേഴ്സണൽ ഗ്രഡ്ജൊക്കെ വെച്ച് ആ ഗെയിമൊക്കെ നശിപ്പിച്ച് കളയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഷോയുടെ ഒരു ഫെയിലിയർ പാർട്ടാണ്. ഷോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. ഇവരെങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത്, ഈ പെർഫോമൻസ് നല്ലതാണെങ്കിൽ ഉള്ളിൽ ഉറപ്പായിട്ടും പോകുമ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പ് ടാസ്ക് ഒക്കെ ഇവർ കളിച്ചേക്കുമല്ലോ. അപ്പോൾ അതൊരു പ്രതീക്ഷയാണ്. കഴിഞ്ഞ തവണയൊക്കെ ഔട്ടായി വന്ന ആളോട് ഈ അഞ്ജന എന്ന് പറയുന്ന ആങ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്, നിങ്ങളെന്താ അങ്ങനെ ചെയ്തതെന്നൊക്കെ. അതായത് ഷോയുടെ ആളുകൾക്ക് അതിനുള്ളിൽ കൈ കടത്തുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ അവരുടെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇവർ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇവർ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഡീഷന് വരുമ്പോൾ ഇവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനത്തെ കോണ്ടന്റ് കൊടുക്കും എന്നൊക്കെ. പക്ഷേ ഷോയുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവർ ഈ പറയുന്ന കോണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റിച്ച് കയറിയ മാതിരിയുള്ള അവസ്ഥയാണല്ലോ എന്നൊക്കെ മനസ്സിലാകുമ്പോൾ ഈ ഒരു അഗ്നിപരീക്ഷ വരുമ്പോൾ ഇവർ കുറച്ചും കൂടെ റിയൽ ആയിട്ട് കാണാം. ഇവർ ഓഡീഷനിൽ പലത് പറഞ്ഞാലും ഈ ഒരു 2, 3, 4 ആഴ്ച നീളുന്ന ഒരു അഗ്നിപരീക്ഷ വരുന്ന സമയത്ത് ഇവർ കുറച്ചുകൂടി ഇവർക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഈ പറഞ്ഞ പൊട്ടൻഷ്യൽസ് ഒക്കെ ഇവർക്കുണ്ടോ, ഇവർ ശരിക്കും ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഗ്രൂപ്പ് ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണത് അവരെടുക്കുന്നത്, അവരെങ്ങനെയാണത് സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ടു പോകുന്നത്, അതുപോലെ സംസാരിക്കുന്നതാണെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കുന്നതിലുള്ള ഇവരുടെ സ്ട്രെങ്ത്, എങ്ങനത്തെ കോണ്ടന്റ്സ് ഇവർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്, ഇവരുടെ ഇമോഷണൽ ലെവലൊക്കെ മനസ്സിലാവുമല്ലോ, ഇവർ കാര്യങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റിന് പാട്ട്, ഡാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ബിഗ് ബോസിന് വേണ്ട ചില എലമെൻറ്റ്സ് ഉണ്ടല്ലോ. ഈ ബിഗ് ബോസിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുമ്പം കോൺട്രവേഴ്സി ഉണ്ടാക്കണം, ലൗഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യണം, ഒരു എന്താ പറയുക, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം. അപ്പോൾ ഈ കോമണേഴ്സിനെ ഒരു റാൻഡം എവിടെയോ ഉള്ള കോമണേഴ്സ് എന്നതിനപ്പുറത്തേക്ക് ഒരു ഐഡൻറ്റിറ്റി ഉള്ള, പൊട്ടൻഷ്യലുള്ള ആളുകളെയൊക്കെ സെലക്ട് ചെയ്ത് ആളുകൾക്ക് ഫെമിലാരിറ്റി ക്രിയേറ്റ് ചെയ്ത് ഷോയിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് അവരെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റി വിടുമ്പോൾ ഓഡിയൻസിനൊരു താല്പര്യം ഉണ്ടാവും. ഇവർ എന്തൊക്കെയോ അവിടെ പോയിട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഷോ കാണാനുള്ളൊരു താല്പര്യം ഇവരുടെ കെയർ ഓഫിലും കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ ഫേമസ് ആയിട്ടുള്ള ആളുകളെ മാത്രം ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്ന, സാധാരണക്കാരെയും കൂടെ സെലക്ട് ചെയ്തുകൂടായിരുന്നു എന്നൊക്കെ. ഈ സാധാരണക്കാർ മാത്രമാണെങ്കിൽ ഇവരെന്താണ് ഉള്ളിൽ ചെയ്യാൻ പോകണമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ ഓഡിയൻസിന് അത്രമേലും ഉണ്ടാവില്ല. അവരിങ്ങനെ ഫെമിലിയറായി വന്ന് അതൊരു ടൈം എടുക്കും. പക്ഷേ പോപ്പുലർ ആയിട്ടുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫേസുകളൊക്കെ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് ഏകദേശം ഇവരെ പറ്റിയൊരു ധാരണയുണ്ട്. അവരിങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കാം. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് അവർക്ക് വേറെ ക്യാരക്ടർ ഉണ്ടാവാം. അപ്പോഴാണ് ഈ കോൺട്രവേഴ്സിക്കും ഷോക്കിംഗ് എലമെൻറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ആളുകൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സീസണിൽ ഒരുപാട് കോമണേഴ്സ് ഉണ്ടാകും. അവരും ഈ പറയുന്ന പോലെ ഫേമസ് ആയിട്ട് പോപ്പുലർ ആയിട്ടാണ് ഹൗസിനുള്ളിലേക്ക് കയറുന്നത്. സോ അതാണ് ഇതിൻ്റെ സാധ്യത. അഗ്നി പരീക്ഷ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന, ഇവർ അനലൈസ് ചെയ്ത്, ഈ ജഡ്ജസ് ഒക്കെ ഇവർ അനലൈസ് ചെയ്യും, ഷോ സംഘാടകർ ഇവർ അനലൈസ് ചെയ്യും, ഇവരുടെ ഡിഫറെൻറ്റ് രീതിയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന മാതിരിയുള്ള ഗെയിംസ് ആയിരിക്കും കൊടുക്കുന്നത്. ഒപ്പം നമ്മൾ ഓഡിയൻസിന് അത് കൺവിൻസിങ് ആയിട്ട് ഇഷ്ടപ്പെടുവാണ്, നമുക്കത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യും. അങ്ങനെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു 5-6 പേരൊക്കെ ആയിരിക്കും മാക്സിമം എന്നാണ് എനിക്ക് തോന്നുന്നത്. 6 എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അത്ര ആളുകളെ ഹൗസിനുള്ളിലേക്ക് കയറ്റി വിടുക. അപ്പോൾ ഇതാണ് അഗ്നിപരീക്ഷ. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളൊരു പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് അഗ്നിപരീക്ഷയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന്. സോ ആ ഒരു കമൻറ്റ് കണ്ടതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ബിഗ് ബോസിനെ പറ്റിയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സും ബിഗ് ബോസിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും വേറൊരു രീതിയിലുള്ള ഒരു അവലോകനമൊക്കെ ഈ സീസണിൽ കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതായത് ഞാനൊരു മാർക്കറ്റിംഗ് ഫീൽഡിൽ നിന്ന് വന്ന ആളാണ്. എങ്ങനെയാണ് അവിടെ ഒരു ഗെയിം ഇവരിവിടെ നടത്തിയെടുക്കുന്നത്, ഒരു ഗെയിംസിന് പിന്നിലുള്ള കാര്യം, ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ മറ്റ് ചില ഫാക്ടേഴ്സിനെയും കൂടെ അനലൈസ് ചെയ്തിട്ട് ആ ഷോയെ
അനലൈസ് ചെയ്യുന്ന ഒരു റിവ്യൂവും കൂടെ ഈ സീസണിൽ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്കുടൻ തന്നെ മറ്റ് വീഡിയോസുമായിട്ട് കാണാം. ബൈ.